ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ഈ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ സൂറത്തുകൾ ഓതുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളാണെങ്കിലും, സങ്കടങ്ങളാണെങ്കിലും, ദുഃഖങ്ങളാണെങ്കിലും, വിഷമങ്ങളാണെങ്കിലും, ജോലീൻ്റെ കാര്യത്തിലാണെങ്കിലും, സന്തോഷം, സമാധാനം, എല്ലാ കാര്യങ്ങളും റബ്ബ് ഏറ്റെടുക്കും. അതേപോലെ ഓതി ഓതി പതിവാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ പ്രയാസമുള്ള കാര്യമാണല്ലോ വിജയിക്കുമ്പോൾ അല്ലേ, റാഹത്താണെന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം, സുബഹിക്ക് ശേഷം സൂറത്തുൽ യാസീൻ ഓതുക. സുബഹിക്ക് ശേഷം നമ്മളെല്ലാവരും ഓതുന്നതാണല്ലോ, സ്ഥിരമായിട്ട് എല്ലാവരും ഏകദേശം ആളും ഓതുന്ന ആണ് സുബഹിക്ക് ശേഷം ഒരു യാസീൻ. അത് നമ്മൾ ഇതേപോലെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഓതുക. സുബഹിക്ക് ശേഷം യാസീന്, പിന്നെ അതേപോലെ ളുഹറിന് ശേഷമില്ലേ സൂറത്ത് ദുഹാൻ. അപ്പോൾ ഈ ഒരു സൂറത്ത് ദുഹാനില്ലേ, ആ സൂറത്ത് അത് എന്താ പറയുക, ഒരുപാട് പ്രയാസം നമുക്ക് രക്ഷ തരുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത് ദുഹാൻ. അത് ളുഹറിന് ശേഷം ഓതുക കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് പതിവാക്കി നോക്ക്, ഒരു കുറച്ച് ദിവസം പതിവാക്കിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റം കാണും. എന്താ പറയുക, എന്തെങ്കിലും വിഷമം എന്തെങ്കിലും നമ്മൾ നീയത്ത് ചെയ്തിട്ടൊക്കെ ഓതുകയാണെങ്കിൽ അതിന് വല്ലാത്തൊരു ഫലം കേട്ടോ. അതേപോലെ നമുക്ക് എന്താണോ പ്രയാസം, നമുക്ക് എന്താണോ വിഷമം, നമുക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ ആഗ്രഹം, എല്ലാം റബ്ബിനോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പതിവാക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ മാറ്റം കാണും. പിന്നെ അത് കുറച്ച് പ്രയാസമാണ്. യാസീൻ നമുക്ക് എളുപ്പമാണ്. ദുഹാനൊക്കെ വെച്ചാൽ ആദ്യമായിട്ടൊക്കെ ഓതുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, മക്കളുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അസറിന് ശേഷമുള്ള സൂറത്തുൽ റഹ്മാൻ, അസറിന് ശേഷം സൂറത്തുൽ റഹ്മാൻ പതിവാക്കുക. ഇത് ഇങ്ങനെ സുബൈ മുതൽ തുടങ്ങണം കേട്ടോ. സുബൈക്ക് യാസീന്, പിന്നെ ളുഹറിന് ദുഹാൻ, അതേപോലെ അസറിന് സൂറത്തുൽ റഹ്മാൻ. പിന്നെ അങ്ങ് മുടങ്ങാതൊന്ന് ചൊല്ലി നോക്ക്. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ റബ്ബിന് വേണ്ടിയല്ലേ ഖുർആനല്ലേ നമ്മൾ ഓതുന്നത് അല്ലേ. ക്ഷമയോടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. നിങ്ങൾ എന്താണോ പ്രയാസം അത് റബ്ബ് നിങ്ങൾക്ക് തീർത്ത് തരും. പിന്നെ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിയ. അത് നമ്മളെല്ലാവരും അല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർമ്മിച്ച കാലം മുതൽ ഖുർആൻ ഓതി പഠിച്ചത് മുതൽ ഞാൻ യാസീന്, വാഖിയ, റഹ്മാൻ, മുൽക്ക്, പിന്നെ സൂറത്തുൻ നബാ, അതുപോലെ സുബ്ഹാ, അതുപോലെ കുഞ്ഞു ഒരുപാട് സൂറത്തുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ഈ ഒരു നിയ്യത്ത് വേറെ വെച്ചിട്ട് ഓതുക കേട്ടോ. മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിയ. ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളെ കാക്കുന്നത്. അതുപോലെ വിവാഹം ശരിയാവാതെ മുടങ്ങി നിൽക്കുന്നവരൊക്കെ ഇല്ലേ, ആണായാലും പെണ്ണായാലും അവരുടെ മാതാപിതാക്കളോ അവരോ ഈ ഒരു സൂറത്തുൽ വാഖിയ ഓതി നോക്കി പെട്ടെന്ന് നമുക്ക് ഹലാലായ ഹൈറായ ഇണ നമുക്ക് കിട്ടും. അതേപോലെ ഇശാഇന് ശേഷം ഇല്ലേ സൂറത്തുൽ മുൽക്ക്, തബാറക്ക തുടങ്ങുന്ന സൂറത്തില്ലേ, പിന്നെ 2ാമത്തെ ജുസാണ്. അത് നിങ്ങൾ ഓതി നോക്കി. അപ്പോൾ നിങ്ങളില്ലേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വന്ന് നോക്കി. അധികമൊന്നും വേണ്ട, കുറച്ചൊരു ക്ഷമയോടെ കൂടി കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ ഓതി പോയി നോക്കി. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തില്ലേ, നമ്മുടെ ജീവിതം റബ്ബ് ഏറ്റെടുക്കും. റബ്ബ് നമ്മളെ കാര്യം ഏറ്റെടുത്തപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നല്ലേ. നമ്മളെല്ലാ കാര്യം നമ്മൾ റബ്ബ് ഏറ്റെടുത്തപ്പോൾ നമുക്ക് എന്തിനാണ് പരാജയം, നമ്മൾ ആരെയും പേടിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഭയക്കുന്നല്ലേ. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുന്നതാട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഞാനിപ്പോഴല്ല, കുറച്ച് മുമ്പ് ഞാൻ ചെയ്തത് കേട്ടോ. ഇതേപോലെ ഒന്ന് പതിവാക്കി നോക്കുക. ഞാനൊരു ഇപ്പോൾ വെച്ചാൽ മക്കളും കുട്ടികളും കാര്യങ്ങളും മക്കളെ പ്രസവമൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം, അത്ഭുത മാറ്റം ഉണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബ് തന്നെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. പെട്ടെന്ന് നമ്മൾ യൂട്യൂബിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ വരും. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള കുഞ്ഞു വീഡിയോസാണ്, കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ മാഷാ അല്ലാഹ് എന്ന്, അൽഹംദുലില്ലാഹ് എന്ന്, അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞോട്ടോ. എനിക്കൊരു കുഴപ്പമില്ല, തിരുത്താനുള്ള ഞാൻ അൽഹംദുലില്ലാഹ് തിരുത്തും ഇൻഷാ അല്ലാഹ്. ഞാൻ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് ചെറിയ ആളാണ് വലിയ ആളാണ് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്താ അറിയാം, മറ്റുള്ളവർ പറയുന്ന കാര്യം നല്ല കാര്യങ്ങളാണ് പറയുന്നത്, നമ്മൾ ഉൾക്കൊള്ളണം. അത് ചെറിയവരാണോ വലിയവരാണോ നമ്മളെക്കാട്ടിയും പണമില്ലാത്തവരൊന്നും നോക്കരുത്. നമ്മളെക്കാട്ടിയും പാവങ്ങൾ നമ്മളെക്കാട്ടിയും വലിയവരാണോ നോക്കരുത്. ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഉൾക്കൊള്ളും. നല്ല പാഠങ്ങൾ കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആയിൽ ഉൾപ്പെടുത്തണേ.